ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സ്ട്രക്ചേഴ്സാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രക്ചേഴ്സ്. ഇത് മനസ്സിലാക്കുക മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചേഴ്സ് വളരെ ഈസി ആയിട്ട് ആ ഒരു സന്ദർഭത്തിന് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രക്ചേഴ്സൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. ഐ ഡിഡിൻറ്റ് മീൻ ടു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും. പറഞ്ഞു കഴിയുമ്പോഴാവും അത് കേൾക്കുന്നവർക്ക് അതൊരു വേറൊരു രീതിയിൽ തോന്നി അവർക്ക് വിഷമമാകുന്നത്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും മറ്റു ചിലർക്കത് വിഷമമാവും, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു സോറി പറയണം. അപ്പോൾ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയതാണ് ഐ ഡിഡിൻറ്റ് മീൻ ടു. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയില്ലേ, അതാണ് ഐ ഡിഡിൻറ്റ് മീൻ ടു. ഐ ഡിഡിൻറ്റ് മീൻ ടു ഹേർട്ട് യുവർ ഫീലിങ്സ്. ഞാൻ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതാണിത്. ഐ ഡിഡിൻറ്റ് മീൻ ടു. ഡിഡിൻറ്റ് എന്നത് ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഡിഡിൻറ്റ് മീൻ ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വേർബാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹേർട്ട്, വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ ഡിഡിൻറ്റ് മീൻ ടു കോസ് ട്രബിൾ. ഐ ഡിഡിൻറ്റ് മീൻ ടു കോസ് ട്രബിൾ. ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഐ ഡിഡിൻറ്റ് മീൻ ടു കോസ് ട്രബിൾ. ഐ ഡിഡിൻറ്റ് മീൻ ടു ഡിസ്റ്റർബ് യു. നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്കത് ശല്യമായി തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇത് ചെയ്തത് എന്ന് പറയാനാണ്. ഐ ഡിഡിൻറ്റ് മീൻ ടു ചീറ്റ് ഹെർ. ഞാൻ ഒരിക്കലും ഞാൻ അവളെ ചീറ്റ് ചെയ്യാൻ, ചതിക്കാൻ ഉദ്ദേശിച്ചില്ല. ഐ ഡിഡിൻറ്റ് മീൻ ടു കോൾ സോ ലേറ്റ്. നിങ്ങളെ വളരെ ലേറ്റായിട്ട്, ഇത്രയ്ക്ക് ലേറ്റായിട്ട് വിളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി നമ്മൾ റിഗ്രറ്റ്, നമ്മുടെ ഒരു പശ്ചാത്താപം പ്രകടിപ്പിക്കുന്നതാണ്, ഒരു സോറി പറയുന്നത് പോലെ. അപ്പോൾ ഐ ഡിഡിൻറ്റ് മീൻ ടു കഴിഞ്ഞിട്ട് ഏത് വേർബ് വേണമെങ്കിലും മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഐ ഡിഡിൻറ്റ് മീൻ ടു കോസ് ട്രബിൾ എന്ന് പറയുമ്പോൾ ഐ ആണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡിഡിൻറ്റ് മീൻ എന്നുപയോഗിച്ചു. പിന്നെ ഉപയോഗിച്ചത് V1 ഫോം ഓഫ് വേർബാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഐ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റുകൾ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ഷീ ഡിഡിൻറ്റ് മീൻ ടു, വി ഡിഡിൻറ്റ് മീൻ ടു എന്നൊക്കെ ഉപയോഗിക്കാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു. എന്താണ് എനിക്ക് സമയം? നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് സമയമില്ല കേട്ടോ അത് ചെയ്യാനായിട്ട്, എനിക്ക് അവിടെ വരാൻ സമയമില്ല കേട്ടോ, എനിക്ക് നിന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ സമയമില്ല, എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു എന്നുപയോഗിക്കുന്നത്. ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രവൃത്തിയാണോ നമ്മളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രവൃത്തി, ആ ഒരു വേർബ് അവിടെ ഉപയോഗിക്കാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു സിറ്റ് വിത്ത് യു. നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് സമയമില്ല. നോക്കൂ, ഐ സബ്ജക്റ്റാണ്, ഡോണ്ട് ഹാവ് ടൈം എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടു, പിന്നെ ഉപയോഗിച്ചത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ടു സിറ്റ് എന്നല്ലേ ഉപയോഗിച്ചത്. ഡോണ്ട് എന്നത് ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു സിറ്റ് വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് മൈ ഫേവറേറ്റ് TV ഷോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള TV ഷോ കാണാൻ എനിക്ക് സമയം ഇല്ല, എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാണ്. ടു വാച്ച്, ടു കഴിഞ്ഞിട്ട് വാച്ച്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ദിസ്. എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഐ ഡോണ്ട് ഹാവ്, എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഇനി ഐ എന്ന സബ്ജക്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹീ, ഷീ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ ഡോണ്ട് എന്നല്ല ഉപയോഗിക്കുന്നത്, ഡസിൻറ്റ് എന്ന് ഉപയോഗിക്കണം. ഹീ ഡസിൻറ്റ് ഹാവ് ടൈം ടു സിറ്റ് വിത്ത് യു. നിൻ്റെ കൂടെ ഇരിക്കാൻ അവന് സമയമില്ല, സമയം കിട്ടുന്നില്ല. ഹീ ഡസിൻറ്റ്, ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഐ, യു, വി, ദേ അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡോണ്ട് ഹാവ് ടൈം എന്നുപയോഗിക്കാം. അതല്ല വേറെ സബ്ജക്റ്റുകൾ, ഇപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ അതുപോലെ വേറെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ഇല്ലേ, ആരുടെയെങ്കിലും നെയിം ഒക്കെ ആണെങ്കിൽ
നമുക്ക് ഡസൻറ്റ് ഹാവ് ടൈം എന്ന് ഉപയോഗിക്കുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് ഹാവ് ടൈം അല്ലെങ്കിൽ ഡസൻറ്റ് ഹാവ് ടൈം പ്ലസ് ടു പ്ലസ് V1 ഫോം ഓഫ് വേർബ്. ഐ പ്രോമിസ് നോട്ട് ടു, അത് കഴിഞ്ഞാൽ വേർബ്. ടു പ്രോമിസ് ചെയ്യാൻ മീൻസ് വാക്ക് കൊടുക്കുക. ഐ പ്രോമിസ് നോട്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യില്ല എന്ന് പ്രോമിസ് കൊടുക്കുകയാണ്. ഐ പ്രോമിസ് നോട്ട് ടു ഗോ ദർ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്ത്, നോട്ട് ടു ഗോ ദർ, ഞാൻ അവിടെ പോകില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് നോട്ട് ടു കം ഹിയർ, ഞാൻ വാക്ക് തരുന്നു എന്താണ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു ഇവിടെ വരില്ല എന്ന്. നോട്ട് ടു ഉപയോഗിച്ചിരിക്കുന്നത് അതിനെയാണ്. അപ്പോൾ അത് അവിടെ പോകില്ല എന്ന് അല്ലെങ്കിൽ ഇവിടെ വരില്ല എന്ന്, ആ ബുക്ക് വായിക്കില്ല എന്ന്. ഐ പ്രോമിസ് നോട്ട് ടു ടെൽ ഹിം, ഞാൻ അവനോട് പറയില്ല എന്ന് വാക്ക് തരുന്നു. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പ്രോമിസ് നോട്ട് ടു എന്ന് ഉപയോഗിക്കുക. പിന്നെ ഏത് പ്രവൃത്തിയാണോ അത് ആ പ്രവൃത്തി, ആ ഒരു വേർബ് അവിടെ ഉപയോഗിക്കുക. ഐ പ്രോമിസ് നോട്ട് ടു ഡിസ്റ്റർബ് യു, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് നോട്ട് ടു ടോക്ക് ടു ഹെർ, ഐ പ്രോമിസ് നോട്ട് ടു ഹേർട്ട് യുവർ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കില്ല, നിങ്ങളെ വിഷമിപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. ഐ ഫീൽ ലൈക്ക്, പിന്നെ വേർബിൻ്റെ ING ഫോം. ഐ ഫീൽ ലൈക്ക് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നമുക്ക് എനിക്കൊന്ന് ബീച്ചിൽ പോകാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ടു ദ ബീച്ച്. ഐ ഫീൽ ലൈക്ക് ഗോയിങ്, ഗോ എന്ന വേർബിൻ്റെ ING ഫോമാണ്. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ടു ദ ബീച്ച്. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ടു ദ മാർക്കറ്റ്, എനിക്ക് മാർക്കറ്റിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി, എനിക്കൊരു മൂവി വാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് കഴിഞ്ഞിട്ട് ING ഫോം ഉപയോഗിക്കുക. അപ്പോൾ ഐ ഫീൽ ലൈക്ക് കോളിങ് ഹിം, എനിക്ക് അവനെ വിളിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഹാവിങ് സം സ്നാക്സ്, എനിക്ക് കുറച്ച് സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ഫോമും നമുക്ക് ഉപയോഗിക്കാം. ഐ ഫീൽ ലൈക്ക് എന്നതിന് പകരം നമുക്ക് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്ന് ഉപയോഗിക്കാം. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നും പറയാമല്ലോ. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ദ ബീച്ച്, എനിക്ക് ബീച്ചിൽ പോകാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി, എനിക്ക് ഒരു മൂവി വാച്ച് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡോണ്ട് ഫീൽ ലൈക്ക് പിന്നെ വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുക. ഇതൊക്കെ ഈ സ്ട്രക്ചേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസി അല്ലേ? ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത്. ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനുമായിട്ട് ഒരു കണക്ഷനുമില്ല, അവൻ്റെ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ഹിം. അപ്പോൾ ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ഹിം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐ കഴിഞ്ഞിട്ട് ഹാവ് ആണ്. വേറെ സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത്, വി ഹാവ് നത്തിങ് ടു ഡൂ വിത്ത്, ദേ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത്. അതുപോലെ പ്ലൂരൽ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഹാവ് ഉപയോഗിച്ചിട്ട് പറയാം. ഇനി സിംഗുലർ സബ്ജക്ട്സുകൾ ഹീ ആണെങ്കിൽ ഹീ ഷീ, അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ദം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ല. ഹി ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് ദിസ് റോബറി, ഈ ഒരു റോബറിയും ആയി അവന് ഒരു കണക്ഷനും ഇല്ല. ദേ ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ദിസ് ആക്സിഡൻറ്റ്, ഈ ഒരു ആക്സിഡൻറ്റുമായി അവർക്ക് ഒരു കണക്ഷനുമില്ല. ദിസ് ഈസ് മൈ ഡിസിഷൻ, യു ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ദിസ്. ദിസ് ഈസ് മൈ ഡിസിഷൻ, യു ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ഇറ്റ്. ഇത് എൻ്റെ ഡിസിഷനാണ്, യു ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് മൈ ഡിസിഷൻ. എൻ്റെ ഡിസിഷനുമായി നിനക്ക് ഒരു കണക്ഷനും ഇല്ല, നിനക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല, നിനക്ക് അതുമായിട്ടൊരു കണക്ഷനുമില്ല. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. പിന്നെ നത്തിങ് ടു ഡൂ വിത്ത്. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടുത്തു പോവും. ചിലപ്പോൾ അത് വല്ലാതെ ബോറിംഗ് ആയിട്ട് തോന്നും. അവിടെയൊക്കെയാണ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് വെറുത്തു തുടങ്ങുന്നു, അതാണ്.
ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് വർക്ക്. ഈ വർക്ക് എനിക്ക് മടുത്തു. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ജോബ്. ഈ ജോബ് എനിക്ക് മടുത്തു. ഹീ ഈസ് ഫെഡ് അപ്പ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മടുത്തു തുടങ്ങി. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ആ ബുദ്ധിമുട്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. അതാണ് ഹീ ഈസ് ഫെഡ് അപ്പ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സിനെ മടുത്തു തുടങ്ങി. പല കാര്യങ്ങൾ കൊണ്ട് യോജിക്കാൻ പറ്റുന്നില്ല, ദേഷ്യം തോന്നുന്നു, അപ്പോൾ മടുക്കും അല്ലേ? അതാണ് ഐ ആം ഫെഡ് അപ്പ് വിത്ത്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് എന്ന് ഉപയോഗിക്കുന്നത് പോലെ ഹീ ഈസ് ഫെഡ് അപ്പ് വിത്ത് ഉപയോഗിക്കാം, ദേ ആർ ഫെഡ് അപ്പ് വിത്ത് ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കാം. ഐ ആം, വി ആർ, യു ആർ, ദേ ആർ. സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. ഐ ആം ഫെഡ് അപ്പ് വിത്ത്, യു ആർ ഫെഡ് അപ്പ് വിത്ത്, വി ആർ ഫെഡ് അപ്പ് വിത്ത്. അങ്ങനെ. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഫെഡ് അപ്പ് വിത്ത് ആണ് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ. വേർബിൻ്റെ ING ഫോമിനോട് കൂടി വോണ്ട് ഹെൽപ്പ്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ടൊരു കാര്യമില്ല, കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ക്രൈയിങ് വോണ്ട് ഹെൽപ്പ്. കരച്ചിൽ ഒരു കാര്യവും ഇല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ക്രൈയിങ് വോണ്ട് ഹെൽപ്പ്. വോണ്ട് എന്നാൽ വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ കരഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് കരയുന്നത്. പക്ഷേ ക്രൈയിങ് വോണ്ട് ഹെൽപ്പ്, കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അത് സഹായിക്കാൻ പോകുന്നില്ല, ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ അത് സഹായിക്കില്ല എന്നാണ് പറയുന്നത്. ക്രൈയിങ് വോണ്ട് ഹെൽപ്പ്. ഗിവിങ് സം മണി വോണ്ട് ഹെൽപ്പ്. കുറച്ച് പൈസ കൊടുക്കുക എന്നത് ഒരിക്കലും അതുകൊണ്ടൊരു കാര്യവുമില്ല. ഗിവിങ് ഹിം സം മണി വോണ്ട് ഹെൽപ്പ്. സ്പെൻഡിങ് സം മണി വോണ്ട് ഹെൽപ്പ്. പൈസ കുറച്ച് ചിലവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സ്പെൻഡിങ് മണി വോണ്ട് ഹെൽപ്പ്. ഗോയിങ് ദർ വോണ്ട് ഹെൽപ്പ്. അവിടെ പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.